ന്യൂസ് ഡെസ്കിൽ നിന്നും ഞങ്ങളുടെ ചീഫ് ന്യൂസ് എഡിറ്റർ കെ രാജേന്ദ്രൻ കൂടി ആദ്യം ചേരുകയാണ്. ശ്രീ രാജേന്ദ്രൻ, ഈ പാലക്കാടിൻ്റെയും ചേലക്കരയുടെയും വിജയവും തോൽവിയും, UDFൻ്റെ വിജയവും ചേലക്കരയിലെ LDFൻ്റെ വിജയവും സാധ്യമാക്കുന്ന ചില ഇടമുണ്ട്. അത് കോൺഗ്രസിലും BJPയിലും ആഭ്യന്തര കലഹത്തെ രൂക്ഷമാക്കുകയും ആന്തരിക സംഘർഷങ്ങൾ ആടിയുലയുകയും ചെയ്യുന്നൊരു സാഹചര്യം. ഇതിനെ എങ്ങനെയാണ് ഇന്നിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഒന്ന് നിരീക്ഷിക്കാനാകുന്നത്? ഈ മൂന്ന് മണ്ഡലങ്ങളിൽ, ഒരു ലോക്സഭാ മണ്ഡലത്തിലും 2 നിയമസഭാ മണ്ഡലങ്ങളിലും നടന്ന തെരഞ്ഞെടുപ്പിനെ എനിക്ക് തോന്നുന്നത് നമ്മൾ കേരളത്തിൻ്റെ ഒരു വിഷയം മാത്രമായി ആ രീതിയിൽ പരിഗണിക്കരുത്. നമ്മളൊരു ദേശീയ തലത്തിൽ ഇപ്പോൾ 2 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞു. മറ്റ് പല സംസ്ഥാനങ്ങളിലും അവിടെ ഇതേപോലുള്ള ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു കഴിഞ്ഞു. ഇതിൻ്റെ എല്ലാം ഒരു പൊതു രാഷ്ട്രീയ സാഹചര്യത്തിൽ നമ്മൾ കേരളത്തിലെ ഈ തിരഞ്ഞെടുപ്പ് ഫലത്തെ നോക്കിക്കാണണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്നാൽ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെതിരായി ഭരണവിരുദ്ധ വികാരമുണ്ടോ ഇല്ലേ എന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു പശ്ചാത്തലമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് കനത്ത തിരിച്ചടിയേറ്റു. UDF വലിയ മേൽക്കൈ നേടി. BJP വളരെ മെച്ചപ്പെട്ട ഒരു പ്രകടനം കാഴ്ചവെച്ചു. ആ സാഹചര്യമല്ല ഇന്ന് കേരളത്തിലുള്ളത്. അതിൻ്റെ കാരണം അതൊരു ദേശീയ തലത്തിലുള്ളൊരു തിരഞ്ഞെടുപ്പായിരുന്നു. മാത്രമല്ല അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ കേരളത്തിലുള്ളതെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. മറ്റൊന്ന്, ഇത് നമ്മളിനിയിപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോവുകയാണ്. ഈ 2 തെരഞ്ഞെടുപ്പുകൾ മുന്നിൽ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് കെട്ടുറുപ്പോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു LDFനെയാണ്. LDFിൽ എന്തെങ്കിലും രീതിയിലുള്ളൊരു പ്രശ്നമുള്ളതായി ആരും തന്നെ അറിയാമല്ലോ. ഇവിടെ പ്രതിപക്ഷത്തിന് വേണ്ടി ഏറ്റവും കൂടുതൽ പണിയെടുത്തത് ഇവിടുത്തെ വലതുപക്ഷ മാധ്യമങ്ങളാണ്. അവർക്ക് പോലും പറയാൻ സാധിക്കുന്നില്ല. അതേസമയം വലിയ ആഭ്യന്തര പ്രശ്നങ്ങളിലേക്കാണ് UDFും BJPയും ഇപ്പോൾ കടക്കാൻ പോകുന്നത്. BJPയിലെല്ലാം തന്നെ വലിയ പൊട്ടിത്തെറിയുണ്ടാകാൻ പോകുന്നു. കെ സുരേന്ദ്രനെ മാറ്റണം എന്നൊരാവശ്യവുമായി കൃഷ്ണദാസ് പക്ഷത്തെ നേതാക്കളെല്ലാം തന്നെ രംഗത്ത് വരാൻ പോകുന്നു. അവരെല്ലാം ഇത്തരമൊരു ആവശ്യം BJPയുടെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു. എല്ലാ ഘട്ടങ്ങളിലും സുരേന്ദ്രനെ പൂർണ്ണമായും സംരക്ഷിച്ചിരുന്ന മുരളീധരൻ ഇന്നത്തെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ എന്നോട് പാലക്കാടിനെ കുറിച്ച് ചോദിക്കരുത്, എന്നോട് മഹാരാഷ്ട്രയെ കുറിച്ച് ചോദിക്കാനാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള ഒരു ന്യായീകരണം കണ്ടെത്തി കെ സുരേന്ദ്രനെ സംരക്ഷിക്കാൻ ഇനി മുരളീധരനെ കിട്ടില്ല. അത്തരമൊരു സൂചനയാണ് നൽകിയിരിക്കുന്നത്. ഒന്നത്. മറ്റൊന്ന്, കോൺഗ്രസിനകത്തെ പ്രശ്നങ്ങൾ. കോൺഗ്രസിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്തെന്നാൽ അവിടെ ചേലക്കര എന്ന ഈ മണ്ഡലത്തിലെ രമ്യ ഹരിദാസിനെ സ്ഥാനാർത്ഥിയാക്കിയത് മുതൽ അവിടെ ആരെല്ലാം ഏതെല്ലാം യോഗങ്ങളിൽ പ്രസംഗിക്കണമെന്നതുവരെ തീരുമാനിച്ചിരുന്നത് VD സതീശനായിരുന്നു. VD സതീശൻ്റെ ഒരു സർവാധിപത്യമാണ് ഇന്നത്തെ KPCCയിൽ എന്ന് തന്നെ പറയാം. അതിനാൽ അദ്ദേഹം തന്നെ പറഞ്ഞിരുന്നത് യഥാർത്ഥ രാഷ്ട്രീയ മത്സരം നടക്കുന്നത് പാലക്കാടല്ല, ചേലക്കരയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രവർത്തനം വിലയിരുത്തപ്പെടുന്നത്. അത്തരത്തിലൊരു മണ്ഡലത്തിലാണ് LDF വൻ വിജയം നേടിയത്. അപ്പോൾ സ്വാഭാവികമായും ഇതിന് VD സതീശൻ മറുപടി പറയേണ്ടി വരും. മറ്റൊന്ന്, കോൺഗ്രസിനകത്തെ നേതാക്കന്മാരെല്ലാം തന്നെ വലിയ താക്കോൽ സ്ഥാനങ്ങളിലുള്ള, ഇപ്പോൾ രമേശ് ചെന്നിത്തല, അതുപോലെ കെ മുരളീധരൻ എന്നു തുടങ്ങിയ നേതാക്കളെല്ലാം തന്നെ ഈ VD സതീശൻ്റെ ഈ ഒരു ഏകാധിപത്യത്തിൽ അവരെല്ലാം തന്നെ പൂർണ്ണമായിട്ടും അസംതൃപ്തരാണ്. സ്വാഭാവികമായിട്ടും കോൺഗ്രസിനകത്ത് വലിയ പൊട്ടിത്തെറികൾ ഉണ്ടാവാം. അത്തരം പൊട്ടിത്തെറികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സമീപനമായിരിക്കും LDF കൈക്കൊള്ളുക എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണ് ഇന്ന് AK ബാലൻ ഇന്ന് മാധ്യമപ്രവർത്തകരുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം നൽകിയത്. അദ്ദേഹം പറഞ്ഞത്, ഈ സരിനോട് CPIM കൈക്കൊള്ളുന്ന ഒരു സമീപനം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, സരിൻ എന്ന് പറഞ്ഞാൽ വരുന്ന ആളുകളിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു നക്ഷത്രമായി തിളങ്ങാൻ പോകുന്ന ഒരു വ്യക്തിത്വമാണ്. സരിനെ സംഘടനാ രംഗത്തും പാർലമെൻ്ററി രംഗത്തും നല്ല അവസരങ്ങൾ നൽകി CPM ഒപ്പം നിർത്തും എന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നതോടുകൂടി മറ്റൊരു സന്ദേശം കൂടി നൽകുന്നു. കോൺഗ്രസിനകത്ത് പിണങ്ങി നിൽക്കുന്ന അവിടെ സതീശൻ്റെ ഈ ഒരു ഏകാധിപത്യത്തിൽ മനം മടുത്ത് നിൽക്കുന്ന നേതാക്കന്മാരെല്ലാം തന്നെ ഇടതുപക്ഷത്തിൻ്റെ ആശയങ്ങൾ ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ സ്വീകരിക്കുമെന്ന ഒരു സന്ദേശം കൂടി ഈ AK ബാലനെല്ലാം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കേരള രാഷ്ട്രീയം വളരെ നിർണായകമായ ഒരു വഴിത്തിരിവിലാണ് എന്ന് തന്നെ പറയാം. തിരഞ്ഞെടുപ്പുകൾ പടിവാതിൽക്കലെത്തി നിൽക്കുന്നു. UDFിനകത്ത് വലിയ പ്രശ്നങ്ങൾ, കോൺഗ്രസിനകത്ത് വലിയ പ്രശ്നങ്ങൾ,
BJP ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണ് BJP എന്ന് തന്നെ പറയാം. അതേസമയം LDF കൂടുതൽ ശക്തമാകുന്നു. ഇതാണ് ഈ ഘട്ടത്തിൽ നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ സരിൻ എത്തുമ്പോൾ സരിനെ സ്വാഭാവികമായി സരിൻ എത്തുന്നത് ഒരു മതേതര പ്രസ്ഥാനത്തിൽ നിന്നാണ്. പക്ഷേ BJP-യിൽ നിന്നെത്തിയ സന്ദീപ് വാര്യർ, ആ ഒരു സ്വീകരണം തെരഞ്ഞെടുപ്പിന് ശേഷം യഥാർത്ഥത്തിൽ സന്ദീപ് വാര്യർക്ക് നൽകാൻ കോൺഗ്രസിനാകുമോ രാജേന്ദ്രൻ? അതിൻ്റെ പ്രശ്നം സന്ദീപ് വാര്യർ ഇപ്പോഴും RSSനെ തള്ളി പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഒരു വിഷയം എന്തെന്നാൽ ഈ സന്ദീപ് വാര്യർ നമ്മൾ ഇപ്പോൾ പാലക്കാട് എന്ന എനിക്ക് തോന്നുന്നത് കേരളത്തിൻ്റെ ഒരുപക്ഷെ ഈ സമീപകാല ചരിത്രത്തിൽ പണ്ട് കോലീബി എല്ലാം ഉണ്ടായിട്ടുണ്ട്. കോലീബി ഉണ്ടായ ആ ഒരു ഈ രാഷ്ട്രീയ സാഹചര്യമല്ല ഇന്നിപ്പോൾ നിലവിലുള്ളത്. ഇന്നിപ്പോൾ എന്താ വെച്ചാൽ കോൺഗ്രസിൻ്റെ നിലനിൽപ്പന്നെ അപകടത്തിലാണ്. അവർക്ക് മഹാരാഷ്ട്രയിൽ ജയിക്കാൻ പറ്റുന്നില്ല. ഈ കോൺഗ്രസിന് ഹരിയാനയിൽ ജയിക്കാൻ വളരെ അനുകൂലമായ സാഹചര്യത്തിൽ പോലും തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ പറ്റാത്ത, ലോക്സഭയിലും ഈ കൂട്ടുമുന്നണി ഇല്ലാതെ കോൺഗ്രസ് നിലനിൽക്കാൻ പറ്റില്ല. എന്നിട്ട് അങ്ങനെയുള്ളൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുമ്പോൾ പാലക്കാട് പോലുള്ള ഒരു മണ്ഡലത്തിൽ, അത് പാലക്കാട് എന്ന് പറഞ്ഞാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ അത് പരമ്പരാഗതമായി കോൺഗ്രസിൻ്റെ ഒരു ശക്തി കേന്ദ്രമാണ്. അത്തരത്തിലുള്ള ഒരു മണ്ഡലത്തിൽ ജയിക്കണമെങ്കിൽ അവർക്ക് SDPIയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും പിന്തുണ പറ്റില്ല. ആദ്യം വോട്ടെണ്ണി തീരുന്നതിന് മുമ്പ് കോൺഗ്രസ്സുകാർ ആഹ്ലാദ പ്രകടനം നടത്തുന്നതിന് മുമ്പ് പാലക്കാട് നഗരത്തിലൂടെ പ്രകടനം നടത്തിയത് SDPIക്കാരാണ്. ഒരു വശത്ത് SDPIക്കാരുടെ പിന്തുണ, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ, അതോടൊപ്പം തന്നെ ഇതേവരെ RSSനെ തള്ളിപ്പറയാത്ത, ഇപ്പോഴും RSSൽ പ്രവർത്തിക്കുന്ന, അതായത് തൻ്റെ ഭൂമി താനിതാ RSS നേതാക്കളുമായിട്ട് ഈ സന്ദീപ് വാര്യർ RSS നേതാക്കളുമായി ചർച്ച നടത്താൻ പോവുകയാണ്. എന്തിനാ ചർച്ച? അതായത് RSSൻ്റെ കാര്യാലയം പണിയാനുള്ള ഭൂമി കൈമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താൻ പോവുകയാണ്. ഈ കാര്യാലയം എന്തിനുള്ളതാണ്? RSS കാര്യാലയം എന്തിനുള്ളതാണ്? RSS കാര്യാലയത്തിൽ അവിടെ ആയുധ പരിശീലനങ്ങൾ, അതിനുള്ള ഈ പരിശീലനത്തിനായുള്ള ആയുധങ്ങളൊക്കെ അവിടെയാണ് ശേഖരിക്കുന്നത്. RSSൻ്റെ ഈ ഒരു ന്യൂനപക്ഷ വിരുദ്ധമായ എല്ലാ ആശയങ്ങളുടെയും ഒരു പ്രചാരണ കേന്ദ്രമാണ് ഈ കാര്യാലയം. ആ കാര്യാലയത്തിനായിട്ട് സ്വന്തം ഭൂമി വിട്ടു നൽകുന്നതിനെക്കുറിച്ച് RSS നേതാക്കളുമായി ചർച്ച നടത്താൻ പോകുന്ന സന്ദീപ് വാര്യരാണ് അവിടെ കോൺഗ്രസിൻ്റെ ഒരു പ്രധാനപ്പെട്ട താരപ്രചാരകനായിരുന്നത്. ഇന്നലെ സന്ദീപ് വാര്യരെ എടുത്തിട്ടാണ് കോൺഗ്രസ് നേതാക്കളെല്ലാം തന്നെ ആഹ്ലാദ പ്രകടനം നടത്തി. ഇതൊക്കെ ഈ കേരള രാഷ്ട്രീയത്തിലെ തന്നെ വളരെ ഈ അത്യപൂർവമായ ഒരു കാഴ്ചയാണെന്ന് തന്നെ പറയാം. അപ്പോൾ ഈ ഒരു അവസ്ഥയിലാണ് ഇന്നത്തെ കോൺഗ്രസ്. ഒരു വശത്ത് ഇപ്പോഴും RSSൽ നിൽക്കുന്ന സന്ദീപ് വാര്യർ, അതോടൊപ്പം തന്നെ SDPI, ജമാഅത്തെ ഇസ്ലാമി, ഇവരെല്ലാം ഇവരെയൊന്നും കൂട്ടുപിടിച്ചല്ലാതെ പാലക്കാട് പോലുള്ള പൊതുവെ UDFൻ്റെ ഒരു സുരക്ഷിത മണ്ഡലത്തിൽ പോലും പിടിച്ചു നിൽക്കാനാവില്ല എന്നൊരു അവസ്ഥയിലാണ് ഇന്നത്തെ കോൺഗ്രസ്.